1 യോഹന്നാൻ 3 6 തൊട്ട് 9 പതിനൊന്ന് വായിച്ച്. അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല, തന്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. കണ്ടോ? അപ്പൊ പിശാചുണ്ടെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ആ സ്ഥലത്ത് കൊട്ടുപടി ഉണ്ടാവും, വ്യഭിചാരം ഉണ്ടാവും, അടിപിടി ഉണ്ടാവും, കട്ടാരി വെച്ചുകൊണ്ടിരിക്കും, പിന്നെ സകല ബദല വിചാരം കാണും. ലേഖനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പാവങ്ങളും അവിടെ അമ്മായിയമ്മയില്ല, മക്കളുമില്ല, ഒന്നുമില്ലാതെ പാവം ചെയ്യും. അമ്മയും മാനും കൂടി ഇരുന്ന് ചാരായം കുടിക്കും. അപ്പൻ അതിൻ്റെ കൂടെ കൂടും. അപ്പനെ മക്കൾ തല്ലുമായില്ലേ? തല്ലും. മദ്യപാനികളുടെ വീട്ടിലെല്ലാം 17 വയസ്സാകും അപ്പനിട്ട് കൈവെക്കും മകൻ. അതാണ് ജെറമ്യ 13:12 തൊട്ട് 14 ചോര ഛർദ്ദിക്കും. ആ ചോര ദൈവത്തിന്റെ പദ്ധതിയാണ് ഛർദ്ദിപ്പിക്കാനായിട്ട്. ഗോവയിൽ ചെന്നാലും ഇഷ്ടംപോലെ വിധവകളാണ്, മുട്ടി വിധവകളാണ്. കണ്ടോ? മുണ്ടക്കയറ്റി ചെന്നാൽ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഒക്കെ വിധവകളാണ്. എന്താ? ദൈവത്തിന് ആവശ്യമില്ലാത്തതിനെ കുടിപ്പിച്ച് ദൈവം ചത്തോളാൻ പറയും. അതാണ് വചനം. വായിച്ചോ, ജെറമ്യ 25 27 തൊട്ട് 29 വേണം. കുട്ടിച്ചില്ലെങ്കിൽ കുടിപ്പിക്കും. നീ അവരോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കുടിച്ച് മതിച്ച് ഛർദ്ദിക്കുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾത്തലയാൽ വീഴുക, നിങ്ങൾ പിന്നെ എഴുന്നേൽക്കുകയില്ല. നിന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ മടിച്ചാൽ നീ പറയണം, നിങ്ങൾ കുടിച്ചേ തീരൂ എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ? നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇതാ, ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാൾ അയക്കാൻ പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവാണ് അരുളി ചെയ്യുന്നത്. അതുകൊണ്ടാണ് മദ്യപാനികളുടെ ഭവനങ്ങളിൽ മാനസിക രോഗികളുണ്ടാവുന്ന ജെറമ്യ 25:16. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മദ്യം അണലിപ്പാമ്പാണെന്ന് സുഭാഷിതങ്ങൾ 23 29 തൊട്ട് 35 വനത്തില് അണലിപ്പാമ്പ് കൊത്തിയാൽ എന്ത് വരും? മിണ്ടാണല്ലേ? അറിയുന്നോടെ പാമ്പിനെ കണ്ടിട്ടില്ല. കള്ള് കണ്ടിട്ടുണ്ടോ? ആദ്യമില്ലല്ലേ? അപ്പൊ ഇവിടെയെങ്കിലും കള്ളുണ്ടായില്ലായിരുന്നു. അത് വായിക്കും, സുഭാഷിതങ്ങൾ വായിക്കും. നമ്മുടെ അവസ്ഥയാണ് ഓരോരുത്തര്. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ദുരിതം, ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? പെണ്ണുങ്ങളൊക്കെ ഒന്ന് മോങ്ങണ കണ്ടിട്ടില്ലേ? കെട്ടിക്കുടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവൻ ആണുങ്ങളൊക്കെ നോക്കിയാൽ കണ്ണ് ചുവന്നിരിക്കുവാ. കറക്കി കേട്ടോ? ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചവന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്തം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. അവർ എന്നെ പ്രഹരിച്ചു, എനിക്ക് ഏറ്റില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. അതായത് തലേ ദിവസം പോയി തല്ലു പിടിച്ച് അടിയൊക്കെ മേടിച്ചാലും വന്നിട്ട് പറയും, എന്തു പറയും? ഇരിക്കട്ടെ, ഒന്നും കൊണ്ടില്ല, പോട്ടെ. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റിയല്ലോ. ഉണ്ടോ? വെളുപ്പിന് എഴുന്നേറ്റല്ലെങ്കിൽ അപ്പം കുടിക്കണം. കണ്ടോ? ഇതാണ് ആ സമയത്ത് ഇപ്പൊ വീണ്ടും കുടിക്കണമെന്ന് എഴുന്നേറ്റത്. ഒരു പെക്കൂടി കുടിച്ചാലേ ശരിയാകുള്ളൂ. ഇതെല്ലാം വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. സകല തീരുമാനങ്ങളും തെറ്റായിരിക്കും. ഏശയ്യാ 28:7.
ഏതെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നു, അതെല്ലാം തെറ്റിപ്പോയി. കണ്ടോ? ആവശ്യമില്ലാത്തടത്തുകൊണ്ട് എന്തെല്ലാം ചെയ്യും. ആര് പറഞ്ഞാൽ ആ കച്ചവടത്തിൽ കയറി ചാടുന്നില്ലേ? അവിടെ ഒരു വള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ കടം മേടിച്ചത് പോയി മേടിക്കും. എന്നിട്ട് എല്ലാം കൂടി പോയി ഇല്ലേ? ജാമ്യം ആരെല്ലാം പറഞ്ഞ ജാമ്യം നിന്നിട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും ജാമ്യം നിന്നിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെന്ന് കൈവെക്കാം. തൂങ്ങിയിട്ടുണ്ടോ? ഇല്ലേ? മനുഷ്യനെ വിശ്വസിക്കാമോ? ഇല്ല. ഈശോ ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ? ഇല്ല. കണ്ടോ? യോഹന്നാൻ 2:23-25 ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, മനുഷ്യനെ വിശ്വസിച്ചാൽ ഞാൻ ദൈവത്തിന്റെ ദാസനാകുകയില്ല എന്ന്. കണ്ടോ? ഗലാത്യ 1:10. അവൻ എല്ലാവർക്കും ജ്ഞാനം വേണം. ആ സമരിയാക്കാരി സ്ത്രീ കണ്ടില്ലേ? വലിയ പാവിനിയാണ്. അവ ഈശോ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ അവളോടാണ് ഏറ്റവും വലിയ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത്. ആ രഹസ്യം എന്താണെന്ന് കേൾക്കാം. യോഹന്നാൻ 4:23-24 യേശു അവളോട് പറഞ്ഞു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് ദൈവം അന്വേഷിക്കുന്നത്, പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. നാം ആത്മാവിലും സത്യത്തിലാണ്. നാമും ആത്മാവിലോട്ട് ഓരോരുത്തരും വരണം. ഈശോയുടെ കാലത്തുള്ളതും ഇപ്പോഴും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ആത്മാവിന് വ്യത്യാസമുണ്ടോ? ഇല്ല. പുണ്യാളന്മാർക്ക് വ്യത്യാസമുണ്ടോ? അപ്പോസ്തലന്മാർക്ക് വ്യത്യാസമുണ്ടോ? പൗലോസിനും പത്രോസിനും വ്യത്യാസമുണ്ടോ? ഇല്ല. മാലാഖമാർക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല. പിശാചിന് അവൻ കൂടിയിട്ടേ ഉള്ളൂ. ഒരു വ്യത്യാസവും ഇല്ല. സ്വർഗത്തിന് വ്യത്യാസമുണ്ടോ? കൂദാശകൾക്ക് വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. വ്യത്യാസം എന്തിനാണ്? നമ്മുടെ ചിരി, നമ്മുടെ നടപ്പ് കേൾക്കുക. പ്രഭാഷകൻ 19:29-30. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. വേഷം, ചിരി, നടപ്പ്. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? നടപ്പിലൊക്കെ വ്യത്യാസമില്ലേ? പണം വന്നാൽ നടക്കണ വേറെ വിധത്തിലല്ലേ? അതറിയാം. സ്വർണം പല്ലുകെട്ടിക്കോ? 10 പല്ല് കെട്ടും. അതും കെട്ടും. 2 കൈയും കൊട പിടിക്കുക. 10 പേരെ മോരിടുവോ? പിന്നെ എന്തൊക്കെ ഉണ്ടോ? കാണിച്ചു വിട്ടാത്ത വല്ലതും ഉണ്ടാവുമോ? ഒറ്റ കുടിക്കാൻ പോവോ? ഇല്ല. ഇത്ര കൂട്ടുകാരൻ ഇല്ലേ? അപ്പൊ നടപ്പിലൊക്കെ വ്യത്യാസം വന്നോ? ചിരിയോ? എന്തെല്ലാം കള്ളച്ചിരി ഇരിക്കും ഇല്ലേ? ചിരി. പിന്നെന്താണ്? വേഷം. വല്യമ്മമാരോട് സ്ലീവ്ലെസ് കയ്യില്ലാത്ത ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നില്ലേ? അത് അവസ്ഥ. തൂക്കം. വല്യമ്മ നടക്കാൻ പാടാത്ത വല്യമ്മ തൂക്കം. ഞാൻ എടുത്ത് ചെന്നപ്പോൾ കണ്ടാണ്. മരിക്കാൻ കിടക്കുന്ന വല്യമ്മ വലിയ തൂക്കവും ഇട്ടുകൊണ്ട് കിടക്കും. വല്യമ്മ എന്നോട് പറയാണ്, എൻ്റെ നല്ല പ്രായം ഒന്ന് കാണണ്ടായിരുന്നു. കണ്ടോ? ചോര തട്ടെടുക്കാന്നൊക്കെ എന്നോട് പറയാണ്. ഞാനൊരു 4-5 കൊല്ലത്തിന് മുമ്പ് വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ കണ്ടോ ആ ആഗ്രഹം കണ്ടോ? എന്നിട്ട് പറയും ബിസ്ക്കറ്റ് ബ്രാൻഡ് കിട്ടുമെങ്കിൽ ഒരു കൂട്ടൊന്ന് കാണും. ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നാന്ന് പറഞ്ഞില്ലായിരുന്നു ആദ്യം. കണ്ടോ? ഈ അവസ്ഥയിലാണ്. അതാ ലോകത്തിനുള്ള മൈത്രിയാണ്. യാക്കോബ് 4:4 ദൈവത്തിന്റെ ശത്രു. റോമ 8:7 ജഡീയ താല്പര്യത്തിൽ മൊഴിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാൻ സാധിക്കില്ല. അവർക്ക് കഴിയുകയില്ല. അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാണ് അവർക്ക് ഇനി മധ്യസ്ഥം പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 5:16-17. ഇപ്പൊ നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ആശ്രയിച്ചിട്ടാണ്. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ പഴയ കാലത്ത് ആരെങ്കിലുമൊക്കെ കാണും നല്ല പ്രാർത്ഥനകളവർ. അവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ടുകൊണ്ടാണ് ഇവിടെ വന്ന് യേശുവിന്റെ വചനം കേൾക്കാൻ നിൽക്കുന്നത്. അപ്പൊ കർത്താവിന്റെ കാലത്ത് ഇപ്പോഴും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒന്നും വ്യത്യാസമില്ല. ദൈവം വന്നത് ആത്മാവിനെ തേടിയാണ്. അതാ സമരിയാക്കാരി സ്ത്രീ ഈശോ പറഞ്ഞ് ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന്. അത് പറഞ്ഞപ്പോൾ അവൾ പറയുന്നത് ആ മിശിയ അങ്ങ് ക്രിസ്തുവാണെന്ന്. ഈശോ പറഞ്ഞ അത് ഞാൻ തന്നെയാണ്.
പിന്നെ അവൾ അവിടെ നിന്നോ? ഓടി അവിടെ പട്ടണത്തിൽ ചെന്ന് പലരോടും പറഞ്ഞു, ഞാൻ കർത്താവിനെ കണ്ടു, ഈശോയെ കണ്ടു. നിങ്ങൾ ഓടിയിട്ടുണ്ടോ? ഇല്ല. ഈ വെപ്പുപടെ തീറ്റുന്നതന്നെ ഇല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ 3:19 ഭക്ഷണപ്രിയർ ഉദരമാണ് അവരുടെ ദൈവം. അതുകൊണ്ടാണ് ഈശോനെ കിട്ടാത്തത്. 10 പ്രാവശ്യം വേണം ദിനിയയിലിരുന്നു ഉണ്ടോ? അതുകൊണ്ടാണ് ആദ്യ സമയത്തൊക്കെ നല്ല ഉപവാസം വേണം. മത്തായി 6 16 തൊട്ട് 18 വനത്തില് ഉപവാസം എടുക്കണം. ആഴ്ചയിൽ 1-2 പ്രാവശ്യം സമയത്താണ് ഉപവാസം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നാട് മുഴുവൻ കൊട്ടി ഘോഷിക്കണം. വേണോ? അത് വായിച്ചു കേൾപ്പിക്കും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും.